ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് കുനാഫയാണ്. കുനാഫ ഇഷ്ടപ്പെടുന്നവർക്കും കുനാഫ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്തവർക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുക വേണം. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ കുനാഫയ്ക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായതിന് ശേഷം 2 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതിയാകും. ഷുഗർ സിറപ്പ് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും കുറച്ച് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി കുനാഫയ്ക്ക് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും 1.5 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദയുടെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മൈദ നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ അലിയിച്ചെടുക്കാം. ഈ പാലിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായി 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നുകൂടെ ഇളക്കാം. ഇതിലേക്കൊരു 3 ക്യൂബ് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ സാദാ ചീസായാലും ഇട്ട് കൊടുത്താൽ മതി. മൊസറല്ല ചീസ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടെക്സ്ചറാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് മൈദയുടെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. ഇതിന് 3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് മാറ്റി വയ്ക്കാം. 2 ബ്രെഡ് എടുത്തിട്ട് സൈഡെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ നോർമൽ ബ്രെഡാണുള്ളത്. അപ്പോൾ സൈഡെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നല്ല ചീസി ആട്ടോ ഈ ഒരു ഫില്ലിങ്. അതേപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ബ്രെഡ് വെച്ച് ഇതൊന്ന് മൂടാം. ഇനി ഈ ബ്രെഡ് മൈദയുടെ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സേമിയാണ് ഞാൻ എടുത്തേക്കുന്നത്. റോസ്റ്റഡ് ആയിട്ടുള്ള നല്ല നൈസായിട്ടുള്ള സേമിയ കിട്ടും. അപ്പോൾ അതാണ് ഞാനിത് കോട്ട് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബ്രെഡ് വെച്ച് കൊടുക്കാം. 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഒരു സൈഡ് ഇപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ട സേമിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ച് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുക വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.